ഹായ്, ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ ബേസിക് ഇലക്ട്രിസിറ്റിയിൽ ഈ ചാപ്റ്ററിലേക്ക് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇലക്ട്രിസിറ്റിയെ പറ്റി അത്യാവശ്യം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി, എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി, യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റി, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഇലക്ട്രിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ എനർജി എന്ന് പറയുന്ന ഭാഗത്തിൽ കുറേയധികം എനർജി രൂപങ്ങളെപ്പറ്റി, ഊർജ രൂപങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു ഊർജ രൂപമാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈദ്യുതോർജം അല്ലെങ്കിൽ വൈദ്യുതി എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം എനർജി രൂപങ്ങളുള്ളതിൽ ഒരു എനർജി രൂപമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതും. ഈ ഇലക്ട്രിസിറ്റി മറ്റ് എനർജി രൂപങ്ങളിൽ നിന്നും കൺവേർട്ട് ചെയ്ത് എടുക്കുന്നതാണ്, ട്രാൻസ്ഫോം ചെയ്ത് എടുക്കുന്നതാണ്. ഹീറ്റ് എനർജിയിൽ നിന്നും, അതുപോലെ തന്നെ കെമിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ വാട്ടർ, വാട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലൊക്കെ ഇലക്ട്രിസിറ്റി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണ്. അത് മറ്റ് ഊർജ രൂപങ്ങളിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് എടുക്കുന്നതാണ്. കാരണം നമുക്ക് എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് അറിയാം. അപ്പം മറ്റ് എനർജി രൂപങ്ങളിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന എനർജി രൂപം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ബേസിക് ആയിട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു എനർജി രൂപമാണ്, ഒരു ഊർജ രൂപമാണ്, മറ്റു ഊർജ രൂപങ്ങളിൽ നിന്നും നിർമ്മിക്കുന്നത് ആണ്. സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഇലക്ട്രിസിറ്റി എവിടെ നിന്നൊക്കെ ലഭിക്കും? ഇലക്ട്രിസിറ്റി എവിടെ നിന്നൊക്കെ ലഭിക്കും? ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും? ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ, സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററിയിൽ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ എനർജി, രാസ ഊർജത്തിന്റെ രൂപത്തിൽ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എനർജി സോഴ്സ് ആണ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഓട്ടോമൊബൈൽസ്, വാഹനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ലൈറ്റിംഗ് പർപ്പസുകൾക്കൊക്കെ ആയിട്ട് ഈ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് മൊബൈൽ ഫോൺസ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു ബാറ്ററിക്ക് ഉള്ളിലാണ്. അത് ആവശ്യമുള്ള സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് വെളിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം ബാറ്ററി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു സോഴ്സ് ആണ്. കെമിക്കൽ എനർജി രൂപത്തിലാണ് അത്. കെമിക്കൽ എനർജി രൂപത്തിലാണ് ബാറ്ററിയിൽ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. മറ്റൊരു സോഴ്സ് ആണ് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു സോഴ്സ് ആണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇൻപുട്ട് ആയിട്ടൊരു മെക്കാനിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. ഒരു മെക്കാനിക്കൽ എനർജി ഇൻപുട്ടായിട്ട് കൊടുത്തുകൊണ്ട് മറ്റേതെങ്കിലും എനർജി രൂപങ്ങൾ മെക്കാനിക്കൽ എനർജി രൂപങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ജനറേറ്ററുകളിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അകത്തുള്ള ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യപ്പെടുകയും ഒരു EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും എന്നുള്ളൊരു ബേസിക് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ
ഇലക്ട്രിക്കൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. When a conductor rotates between a magnetic field using prime mover, an EMF will be induced എന്ന് ഉള്ള ഒരു ബേസിക് തത്വത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കണ്ടക്ടർ, ഒരു ചാലകം ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. മാഗ്നറ്റിക് ഫീൽഡിനെ തുടർച്ചയായിട്ട് കട്ട് ചെയ്യപ്പെടുന്ന കണ്ടക്ടറിൽ ഒരു EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, നമ്മളതിനെ ഇലക്ട്രിസിറ്റി എന്ന് പറയാം, ഒരു EMF ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ജനറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇലക്ട്രിസിറ്റിയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഹൈഡ്രോ പവർ സ്റ്റേഷനുകൾ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിന്റെ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് ഒരു ഷാഫ്റ്റിനെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. തെർമൽ പവർ സ്റ്റേഷൻ താപ ഊർജം ഉപയോഗിച്ചുകൊണ്ട് അതിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റി ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് പവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളും വിൻഡ് പവർ സ്റ്റേഷനുകളും സോളാർ പവർ സ്റ്റേഷനുകളും. വിവിധ തരത്തിലുള്ള എനർജി രൂപങ്ങളെ മെക്കാനിക്കൽ എനർജി രൂപങ്ങളിലേക്ക് മാറ്റി ഒരു ഷാഫ്റ്റിനെ, ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യിപ്പിച്ച് EMF ഇൻഡ്യൂസ് ചെയ്യിച്ച് പവറിനെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ജനറേറ്ററുകൾ എന്ന് പറയുന്നതും ബാറ്ററി പോലെ തന്നെ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ്. മറ്റൊന്നാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തെർമോകപ്പിൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. ഉയർന്ന ടെമ്പറേച്ചർ, ഫർണസുകളുടെ ഒക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തന തത്വം ഈ തെർമോകപ്പിൾ ആയിരുന്നു. അതായത് രണ്ട് വ്യത്യസ്ത മെറ്റലുകൾ, രണ്ട് വ്യത്യസ്ത ലോഹങ്ങൾ ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് വെച്ചത് അതിന്റെ എൻഡ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം രണ്ട് വ്യത്യസ്ത മെറ്റലുകൾ, രണ്ട് വ്യത്യസ്ത ലോഹ ഭാഗങ്ങൾ ഒരുമിച്ച് പിരിച്ച് ചേർത്ത് വെച്ച് അതിന്റെ എൻഡ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം ഈ രണ്ട് മെറ്റലുകളുടെയും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നമ്മളതിനെ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും തെർമോകപ്പിൾ. ഈ തെർമോകപ്പിൾ പ്രിൻസിപ്പിൾ ആണ് പൈറോമീറ്ററുകളിൽ ഉപയോഗിച്ചിരുന്നത്. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ തീവ്രത അനുസരിച്ച് നമുക്കൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പൈറോമീറ്ററിൽ ഉപയോഗിച്ചിരുന്നത്. അവിടെ ഒരു ഇലക്ട്രിക്കൽ പൾസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഈ തെർമോകപ്പിൾ എന്ന് പറയുന്ന ഈ സംവിധാനത്തെയും നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പം ബാറ്ററി ഉണ്ട്, ജനറേറ്ററുകളുണ്ട്, തെർമോകപ്പിളുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജിയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ എഫക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന് നമുക്കറിയാം, ഇലക്ട്രിക് കറണ്ടിന് ഒരു ചാലകത്തിൽ നിന്നും മറ്റൊരു ചാലകത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് കറണ്ടിനെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിവിടാനായിട്ട് സാധിക്കും. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഫിസിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ഫിസിക്കൽ എഫക്റ്റ്. ബൈ ചാൻസ് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഇലക്ട്രിക് കറണ്ടിൽ, ഒരു കണ്ടക്ടറിൽ കറണ്ട് കടന്നു പോകുമ്പോൾ, ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഒരു കണ്ടക്ടറിൽ, ചാലകത്തിൽ നമ്മൾ സ്പർശിക്കാൻ ഇടയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇലക്ട്രിക് കറണ്ടിന്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ എഫക്റ്റ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഷോക്ക് എന്ന് പറയുന്ന ഒരു കാര്യം വരികയും, ഷോക്ക് വരികയും, വളരെ സീവിയർ ആയിട്ടുള്ള ഷോക്ക്, വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിൽ ആകത്തക്ക തരത്തിലുള്ള ഷോക്ക് ഉണ്ടാവുകയും ഒരുപക്ഷെ അത് വളരെയധികം മോശമായ കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും.
ഇതിനെ നമുക്ക് ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന കണ്ടക്ടറിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പർശിക്കുന്ന ആൾക്ക് ഒരു സീവിയർ ആയിട്ടുള്ള ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഷോക്ക് ഉണ്ടാവുകയും അത് വളരെ മോശം കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും. ഇത് നമുക്ക് ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയും. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഈ ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ എഫക്റ്റിൽ മറ്റൊന്നാണ് മാഗ്നറ്റിക് എഫക്റ്റ്. മാഗ്നറ്റ് ആവുക, കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അതിങ്ങനെയാണ്. ഒരു കോയിലിന് അകത്തുകൂടി, അതായത് കണ്ടക്ടറിനെ കുറെ അധികം ചുറ്റി വെച്ചിട്ടുള്ള കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പം ആ കോയിൽ ചുറ്റിയിട്ടുള്ള കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് മാറുകയും ചെയ്യും. അതായത് ഒരു കണ്ടക്ടറിൽ മുകളിലൂടെ ചുറ്റി വരിഞ്ഞു വെച്ചിട്ടുള്ള കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് മാറുകയും അതിന് കാന്തിക സ്വഭാവം ലഭിക്കുകയും ചെയ്യും. അതായത് ഒരു കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ കോയിലിന് ഒരു മാഗ്നറ്റിക് സ്വഭാവം ലഭിക്കുന്നു. കോയിലിലേക്ക് കണ്ടക്ടിവിറ്റി ഉള്ള മറ്റു വസ്തുക്കളെ ആ കോയിലിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്റർ, ഇലക്ട്രിക് ബെല്ല് തുടങ്ങിയവയൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ഒരു ഇലക്ട്രിക് ബെല്ലിന്റെ ഉദാഹരണമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ കോയിലുകളുണ്ട്, ചുറ്റി വരിഞ്ഞു വെച്ച് കുറേയധികം ടേണുകൾ രൂപപ്പെടുത്തിയിട്ടുള്ള കോയിലുണ്ട്. ആ കോയിലിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുകയും ഈ മാഗ്നറ്റിക് ഫീൽഡ് മെറ്റൽ സ്ട്രിപ്പിനെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ബെൽ സൗണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊരു മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. മാഗ്നറ്റായി മാറാനുള്ള കഴിവ് അല്ലെങ്കിൽ മാഗ്നറ്റ് ആക്കി മാറ്റാനുള്ള കഴിവ്. മറ്റൊന്ന് കെമിക്കൽ എഫക്റ്റ് ആണ്. കെമിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബാറ്ററികളുടെ കാര്യത്തിലാണ്. ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ആയിട്ടുള്ള ബാറ്ററിയുടെ കാര്യത്തിലാണ് നമ്മൾ കെമിക്കൽ എഫക്റ്റ് സാധാരണയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒരു മെറ്റലിന്റെ സർഫസിന് മുകളിൽ മറ്റൊരു മെറ്റല് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുന്ന പ്രോസസ്സ്. അവിടെയും ഈ കെമിക്കൽ എഫക്റ്റ് ആണ്, ഇലക്ട്രിസിറ്റിയുടെ കെമിക്കൽ എഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബാറ്ററിയിൽ ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യപ്പെടുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഒരു കെമിക്കൽ എഫക്റ്റ് ആണ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിക് കറണ്ട് കടന്നുപോയി അത് കെമിക്കൽ എനർജിയായി മാറി അതിൻ്റെ പ്ലേറ്റുകളിൽ കെമിക്കൽ എനർജി ആയിട്ട് മാറി സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതാണ് ബാറ്ററിയിൽ വരുന്ന കെമിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗിലും അതുപോലെ തന്നെയാണ്. ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള മെറ്റൽ പാർട്ടിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോണുകൾ വേർപ്പെടുന്നു. അതായത് മെറ്റൽ പാർട്ടുകൾ വേർപെട്ട് മറ്റൊരു മെറ്റൽ പാർട്ടിലേക്ക് ചെന്ന് ഇരിക്കുകയും പതിക്കുകയും മെറ്റൽ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടത്തുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ കെമിക്കൽ എഫക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഏതൊക്കെ തരത്തിൽ അതിന് ഹീറ്റായിക്കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇപ്പൊ സാധാരണയായിട്ട് ഒരു ഇലക്ട്രിക് ഫ്യൂസിന്റെ കാര്യമാണെങ്കിൽ അതിലൊരു ഡയമീറ്റർ കുറഞ്ഞ ഒരു കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡയമീറ്റർ കുറഞ്ഞ വയർ ഉരുകുകയും ഹീറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യപ്പെടുകയും ആ വയർ ഉരുകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഫ്യൂസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതൊരു ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഒരു മെറ്റലിനെ നല്ല രീതിയിൽ അതിന് ഹീറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ചൂടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. കണ്ടക്ടറിലൂടെ കടന്നുപോയി ആ കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുക, കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതിനെ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയും. മറ്റൊരു ഉദാഹരണമാണ് ഇലക്ട്രിക് അയൺ എന്ന് പറയുന്നത്. അയൺ ബോക്സുകൾ
സാധാരണ ഇതിനകത്ത് കോയിലുകളാണ് ഉപയോഗിക്കുന്നത്. ഈ കോയിലുകളിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ കോയില് വളരെയധികം ഹീറ്റ് ചെയ്യപ്പെടുകയും ആ കോയിലുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്ന സർഫസ് ഹീറ്റ് ചെയ്യപ്പെടുകയും ആ ഹീറ്റാണ് അയണിങ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് ഇലക്ട്രിക് ബൾബാണ്. ഇലക്ട്രിക് ബൾബിനകത്ത് നമുക്കറിയാം സാധാരണ ഒരു വളരെയധികം ഡയമീറ്റർ കുറഞ്ഞ വയർ കൊണ്ടുള്ള കോയിലാണ് ഉപയോഗിക്കുന്നത്. ആ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഈ വയർ നല്ല രീതിയിൽ ചൂടാവുകയും അതിൽ നിന്നും ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് പ്രകാശമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. അപ്പം ഈ ഫിലമെന്റ് എന്ന് പറയുന്ന ഈ ഡയമീറ്റർ കുറഞ്ഞ ഈ പാർട്ടിലൂടെ ഈ വയറിലൂടെ കറണ്ട് കടന്നുപോയി അതിനെ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ആ ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ടാണ് ഇലക്ട്രിക് ബൾബുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹീറ്ററുകളിലും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നടത്തുന്നത്. കോയിലുകളെ ഹീറ്റ് ചെയ്ത് ആ ഹീറ്റിനെ റൂം ഹീറ്റർ ആണെങ്കിൽ റൂമിലേക്ക് എവിടെയാണ് ചൂടാക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് കടത്തിവിടുന്നു. ഇപ്പൊ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൂടി ഇലക്ട്രിസിറ്റിക്കുണ്ട്. കണ്ടക്ടറിലൂടെ കടന്നുപോയിക്കൊണ്ട് ഡയമീറ്റർ കുറഞ്ഞ കണ്ടക്ടറിലൂടെ കടന്നുപോയിക്കൊണ്ട് അതിന്റെ ടെമ്പറേച്ചറിനെ വളരെയധികം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും, അതിനെ ചൂടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നതും ഇലക്ട്രിസിറ്റിയുടെ ഒരു എഫക്റ്റ് ആണ്. മറ്റൊന്നാണ് എക്സ്റേ എഫക്റ്റ് ആൻഡ് ലേസർ എഫക്റ്റ് എന്ന് പറയുന്നത്. എക്സ്റേ എഫക്റ്റ്, ഈ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. സ്കാനിങ് പോലെയുള്ള പർപ്പസുകൾക്ക് എക്സ്റേകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ എക്സ്റേകൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വാക്വം ട്യൂബിലെ കണ്ടക്ടറിലൂടെ ഉയർന്ന വോൾട്ടേജ് കടത്തിവിടുകയും ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ആ ഉയർന്ന ഹീറ്റ് ഇലക്ട്രോണുകളെ ഉയർന്ന വേഗതയിൽ ഇലക്ട്രോണുകളെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അതൊരു മെറ്റൽ പാർട്ട്, ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റൽ പാർട്ടിലേക്ക് വന്ന് പതിക്കുകയും അവിടെ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള രശ്മികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ആ റേകളെയാണ് നമ്മൾ എക്സ് റേകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റിക്ക് എക്സ് റേകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഒരു വാക്വം ട്യൂബ് സംവിധാനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ലേസർ റേകളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ് റേകളും ലേസർ റേകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതും ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു എഫക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ചില പ്രത്യേക തരത്തിലുള്ള ഗ്യാസുകളിലൂടെ കറണ്ട് കടന്നുപോയി കഴിയുമ്പം ആ ഗ്യാസിനെ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ചില പ്രത്യേക ഗ്യാസുകളിലൂടെ, വാതകങ്ങളിലൂടെ കറണ്ട് കടന്നു പോകും. അതായത് ഒരു ഗ്ലാസ് കവറിന് അകത്ത് ഉള്ള ഗ്യാസിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ വാതകത്തിനെ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ വാതകത്തിന്റെ നിറം എന്താണോ ആ പ്രകാശം നമുക്ക് വെളിയിലേക്ക് കാണുകയും ചെയ്യും. അതാണ് വിവിധ നിറങ്ങളിലുള്ള ബൾബുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് മെർക്കുറി വേപ്പർ ലാമ്പ്, വെളുത്ത പ്രകാശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോഡിയം വേപ്പർ ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ് ആണ്. മഞ്ഞ പ്രകാശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഫ്ലോറസെന്റ് ലാമ്പുകൾ, നിയോൺ ലാമ്പുകളൊക്കെ നീല നിറത്തിലും ചുവന്ന നിറത്തിലും പച്ച നിറത്തിലും ഒക്കെ നമുക്ക് പ്രകാശം കാണാനായിട്ട് സാധിക്കും. ആ ഗ്യാസ് ഏതാണോ അതിനനുസരിച്ച് പ്രകാശത്തിന്റെ നിറവും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റിയെ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ ആണ്. ഒന്ന്, ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, പ്രകാശത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള ലാമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലാമ്പുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി, പ്രകാശത്തിന് വേണ്ടി ലാമ്പുകളിൽ ഉപയോഗിക്കാം നമുക്ക് ഇലക്ട്രിസിറ്റിയെ. മറ്റൊന്ന് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് താപം അല്ലെങ്കിൽ ചൂട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കാം. വിവിധ തരത്തിലുള്ള ഹീറ്ററുകൾ, വാട്ടർ ഹീറ്ററുകൾ, റൂം ഹീറ്ററുകൾ അല്ലെങ്കിൽ
ഓവൻസ് എന്നൊക്കെ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റിയെ നമുക്ക് ഉപയോഗിക്കാം. അതിനെ ഇലക്ട്രിക് പവർ എന്ന് പറയും. ഉദാഹരണത്തിന് മോട്ടോറുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് പവർ ആണ് വേണ്ടത്. ഇലക്ട്രിക് പവർ ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മെക്കാനിക്കൽ പവർ ആക്കി മാറ്റുന്നു. മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റി നമുക്കൊരു റൊട്ടേഷൻ ഈ മോട്ടോറുകളിലും ഫാനുകളിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ട്രാക്ഷൻ, മുന്നോട്ട് പോകാനുള്ള പവർ. ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കാം. ഇലക്ട്രോമോട്ടീവ്സ്, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ലിഫ്റ്റ്, ക്രെയിൻ, ഇവയൊക്കെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. മറ്റൊന്ന്, കമ്മ്യൂണിക്കേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. ടെലിഫോൺ വർക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി വേണം. ടെലിഗ്രാഫ് ഉപയോഗത്തിലില്ലാത്തതാണ്. റേഡിയോ, വയർലെസ് സംവിധാനങ്ങൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ഇവയ്ക്കൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ആ ഇലക്ട്രിസിറ്റിയുടെ ഒരു യൂസ് ആണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. എന്റർടൈൻമെന്റ്, സിനിമ, റേഡിയോ, TV തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. മറ്റൊന്ന്, മെഡിക്കൽ ഫീൽഡിൽ ഇലക്ട്രിസിറ്റി വേണം. എക്സ്റേസ് ഒരു എഫക്റ്റ് ആയിരുന്നു. എക്സ്റേകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഷോക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന്, കെമിക്കൽ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള, ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ കെമിക്കൽ യൂസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, മാഗ്നറ്റിക് യൂസ് ആണ്. ടെമ്പററി മാഗ്നറ്റ്സ്, ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നുപോയി കഴിയുമ്പം അതിന് ചുറ്റുമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നുള്ളൊരു ബേസിക് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടെമ്പററി മാഗ്നറ്റ്സ്, താൽക്കാലിക മാഗ്നറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. പിന്നീട് എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് മാഗ്നറ്റിക് ചക്സ്, ലെയ്ത്തിലേക്ക് ഉപയോഗിക്കുന്ന ഭാഗമാണ് ചക്കുകൾ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ചക്സ്. അതുപോലെ തന്നെ വെൽഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എക്സ്റേ വെൽഡിങ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കണം. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഫീൽഡുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിൽ ഇലക്ട്രിസിറ്റിയെ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നും ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്നും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പം അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഡ്രൈ ഗ്ലാസ്, ഒരു വളരെയധികം ഉണങ്ങിയിരിക്കുന്ന, വളരെയധികം ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് റോഡ് ഒരു സിൽക്ക് ക്ലോത്തിന് മുകളിൽ റബ്ബ് ചെയ്യുകയാണെങ്കിൽ, ഒരു പട്ട് തുണിയുടെ മുകളിൽ ഉരസുകയാണ് എന്നുണ്ടെങ്കിൽ നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിൽ നിന്നും, ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോണുകൾ വേർപ്പെടുകയും അത് സിൽക്കിലെ പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുമായിട്ട് ആകർഷിക്കുകയും ചെയ്യും. അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായി എന്ന് നമുക്കറിയാം. ഒരു ഇലക്ട്രിക് ചാർജ് അവിടെ ഉണ്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വസ്തുക്കൾക്ക് ഒരു ഇലക്ട്രിക്കൽ ചാർജ് ലഭിക്കുകയും ചെറിയ ചെറിയ വസ്തുക്കളെ അത് ആകർഷിക്കുകയും ചെയ്യും. എന്നാൽ ഈ പറയുന്ന ഇങ്ങനെ രൂപപ്പെടുന്ന ഇലക്ട്രിസിറ്റിയെ നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയും ഇല്ല. മറ്റൊന്നാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കണ്ടക്ടറിലൂടെ, വയറുകളോ കേബിളുകളോ പോലെയുള്ള കണ്ടക്ടറിലൂടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ബാറ്ററികളിലും അല്ലെങ്കിൽ ജനറേറ്ററുകൾ, ആൾട്ടർനേറ്ററുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ നിർമ്മിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഡൈനാമിക് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇതിന് നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് ഇലക്ട്രിസിറ്റി ഉള്ളത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത്രയുമാണ്
ഇലക്ട്രിസിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്.